ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 24 ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതിഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ സംഭവ ബഹുലമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ തന്നെ ബിഗ് ബോസ് ഇന്നലെ കൊടുത്ത പണിയുടെ ആ, ക്ഷീണം മാറാതെ കണ്ടസ്റ്റൻസ് എല്ലാം വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം കൊടുത്ത 7ന്റെ പണിയിലെ 20 റൗണ്ട് ചെയ്യേണ്ടത് 9 റൗണ്ട് മാത്രമാണ് അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. തോറ്റു മടങ്ങി വരുന്ന ഒരു സീനാണ് രാവിലെ തന്നെ കാണുന്നത്. രാവിലെ തന്നെ അതിനെ ചൊല്ലിയിട്ട് വീട്ടില് ഭയങ്കരമായിട്ട് എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചേരിപ്പോര് നടക്കുന്നുണ്ട്. അനീഷിനെ അനീഷിനെതിരെയാണ് ബാക്കിയുള്ളവരെല്ലാവരും പറയുന്നത്. അനീഷ് ഫസ്റ്റ് റൗണ്ട് ടാസ്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മാറിപ്പോയി കിടന്നുറങ്ങി എന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായം. അനീഷ് അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ടാസ്ക് ചെയ്തത്. ഞാൻ ഇവരെന്നെ ടാസ്ക് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. മെയിനായിട്ട് ആര്യൻ എന്നെ ഒട്ടും അനുവദിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാറിക്കിടന്നുറങ്ങിയത്. ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ മാറി വിശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞ് അനീഷ് നല്ല രീതിയിൽ അതിനെ തടുക്കുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും അനീഷിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ സത്യം അത് തന്നെയാണ്. അനീഷ് ഇന്നലെ രാത്രി ലൈവ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഉറങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കേട്ടോ. അതുകൂടാതെ അത് ഏകദേശമൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അനീഷ് ആയതുകൊണ്ട് തന്നെ വലിയ ഇതിലോട്ടൊന്നും പോകാനായിട്ടുള്ള ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കിച്ചണിൽ വേറെ ഇഷ്യൂ നടന്നായിരുന്നു കേട്ടോ. അനുമോളും ജിസയിലും തമ്മിലുള്ള ഒരു ചെറിയ കയ്യാങ്കളിയാണ് നടന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ തന്നെ ജിസയില് അനുമോളിനെ ഒന്ന് ട്രിഗർ ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ ബർഗർ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ 7 പേര്, അതായത് ടാസ്കിനൊന്നും പോകാത്ത 7 പേർക്ക് ഉള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതി, ബാക്കിയുള്ളവർക്ക് കഴിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് കൊടുത്ത ഫുഡെല്ലാം ഇരിപ്പുണ്ട്, ബർഗർ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെ ചെറുതായിട്ടൊന്ന് ട്രിഗർ ചെയ്യുന്നത് കേട്ടോ. ആ ട്രിഗറിൽ ജസ്റ്റ് ഒന്ന് ട്രിഗർ ആയിട്ടുള്ള അനുമോള് അവിടെ ഉണ്ടായിരുന്ന അനുമോള് ജിസൈലിനോട് പറയുന്നുണ്ട്, താൻ ഇപ്പോഴും ലിപ്സ്റ്റിക് ഒക്കെ റേനയുടെ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല, ബിഗ് ബോസ് ഇത്രയും വാർണിംഗ് ചെയ്തിട്ട് നീ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ആ ട്രിഗറിൽ പിടിച്ചിട്ട് അനുമോള് കയറാണ് കേട്ടോ. സ്വാഭാവികമായിട്ടും ജിസയിൽ അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം അനുമോള് ട്രിഗേർഡ് ആയിട്ട് അവിടെയുള്ള ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ജിസയിലിന്റെ ചുണ്ടത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. ശരിക്കും സീന് കാണുമ്പം ജിസേലിന്റെ മുഖത്തേക്ക് ചെറുതായിട്ട് പ്രസ് ചെയ്യുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം അറ്റ് എ ടൈമിൽ ജിസയില് അനുമോളെ പിടിച്ച് നല്ല രീതിയിൽ ഒരു തള്ളു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊരു ഫിസിക്കൽ അസോൾട്ട് എന്ന രീതിയിൽ തന്നെ കഴിഞ്ഞ സീസണിലും ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ നമ്മുടെ റിയാസിനെ പിടിച്ച് തള്ളുന്ന സീന് ഓർമ്മ വന്നത്. ഏകദേശം ആ രീതിയിലുള്ള തള്ളാണ് ജിസയിൽ ചെയ്യുന്നത് കേട്ടോ. ഫിസിക്കൽ അസോൾട്ട് ആയിട്ടാണ് അതിനെ കണക്കാക്കാൻ പറ്റുക. അനുമോളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെ വലിയ ഒരു തെറ്റ് തന്നെയാണ്. കാരണം ഏതൊരാളുടെയും ദേഹത്ത് കൈവയ്ക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. അതിനെയും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അനുമോളും തെറ്റുകാരിയാണ്. ജിസയിൽ അതിനേക്കാളും വലിയ തെറ്റുകാരിയായിട്ടാണ് അവിടെ ചിത്രീകരിക്കപ്പെടാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് ജിസേലിന്റെ നേരിട്ടുള്ള അറ്റാക്ക് ആയിട്ടാണ് ഹൗസ് മേറ്റ്സിലെ ഭൂരിഭാഗം ആണുങ്ങളും അല്ലെങ്കിൽ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന റെന ഫാത്തിമയൊക്കെ പറയുന്നത്. അതായത് എല്ലാവരും അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും അനുമോളെ വല്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അനുമോൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം, അവൾക്ക് ഇവിടെ നിൽക്കാൻ അർഹതയില്ല, ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് ഇവിടെ ഇപ്പൊ തന്നെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും ക്യാമറയ്ക്ക് മുന്നിലൊക്കെ പോയിട്ട് അലമുറ ഇടുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് അനുമോൾ വേഴ്സസ് കുറെ ആൺ പട്ടാളങ്ങളാണ് കേട്ടോ. മെയിനായിട്ട് ആ വീട്ടിലുള്ള അപ്പാനി, അക്ബർ, മെയിനായിട്ട് ഇവര് രണ്ടുപേര്. ഇവർക്ക് ഇനി എത്ര കിട്ടിയാലും ഇവരൊന്നും മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവരുടെ യഥാർത്ഥത്തിലുള്ള മുഖമാണ് അവിടെ തെളിഞ്ഞ് കാണുന്നതെന്നാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം തന്നെയാണ് സൺഡേ എപ്പിസോഡിലാണ് അക്ബറിനെ ബിഗ് ബോസും അല്ലെങ്കിൽ ലാലേട്ടനൊക്കെ പല രീതിയിൽ ഉപദേശിച്ചു വിട്ടത്. പക്ഷെ ഒരു കാര്യമില്ല, അക്ബർ ഇപ്പോഴും പഴയ ആ ഒരു ലെവലിൽ തന്നെയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ അനുബന്ധിച്ചിട്ട് നിവിനും അനുമോളും തമ്മിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പം നിവിൻ അനുമോളെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. അതായത് നീ ഈ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ
ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതായത് ഒന്നില്ലെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ നിവിൻ, ഇതിൽ രണ്ടുപേരിൽ ഒരാൾ മതി ഈ വീട്ടിൽ. ഇനി നിന്നെ പുറത്താക്കിയില്ലെങ്കിൽ, നിനക്ക് പണിഷ്മെന്റ് തന്നില്ലെങ്കിൽ നിവിൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നിട്ട് ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് മുന്നിലും പോയി നിന്നിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ നവീൻ. അതായത് അനുമോൾ ഇത്രയും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്, വളരെ മൃഗീയമായിട്ടാണ് ജിസേലിനെ ആക്രമിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും അനുമോളെ അവളെ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവളെ പുറത്താക്കണം. അല്ലെങ്കിൽ ഇനി വരുന്ന ആഴ്ചകളിൽ എല്ലാത്തിലും ഡയറക്റ്റ് നോമിനേഷനിലിടണം, ജനങ്ങളെ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിവിൻ ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത് ബിഗ് ബോസിന്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നിരന്നിരുന്ന് ലിവിംഗ് റൂമിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഒനീലിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ടാണ് വിളിക്കുന്നത്. ബർത്ത്ഡേ വിഷ് ചെയ്തതിനു ശേഷം ബിഗ് ബോസ് വളരെ ഗൗരവമായിട്ടുള്ള വേറെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫിസിക്കൽ അസോൾട്ടിനെ കുറിച്ചിട്ട്, അതായത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമൊക്കെ നല്ലതാണ്, പക്ഷെ ഫിസിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈവയ്ക്കാനുള്ള യാതൊരു റൈറ്റ്സും നിങ്ങൾക്കില്ല. അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നടത്തിപ്പുകാരായിട്ടുള്ള ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും എന്നൊക്കെ പറയും ബിഗ് ബോസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ നടന്ന സംഭവത്തിന്റെ ബേസ് ചെയ്തിട്ട് അനുമോളിനെയും ജിസേലിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അനുമോളും ജിസേലും കൺഫെഷൻ റൂമിൽ പോയി എന്താണ് സംഭവം എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നു. അനുമോള് വളരെ വ്യക്തമായിട്ട് ജിസേൽ ഇങ്ങനെ ലിപ്സ്റ്റിക് ഇങ്ങനെ പറഞ്ഞിട്ട് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ പറഞ്ഞതിന് ശേഷം അനുമോളല്ല ജിസേല് റൂളൊക്കെ തെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടായി തോന്നി, ഞാനൊന്ന് ചെക്ക് ചെയ്താണ്. CID ആണല്ലോ, അനുമോൾ CID ആയതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജിസയിൽ ഭയങ്കരമായിട്ട് അവിടെ അഭിനയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ബിഗ് ബോസിന്റെ ചുണ്ടത്തിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചുണ്ടത്തിങ്ങനെ തേച്ച് എനിക്ക് ഭയങ്കര വിഷമമായി, എന്നെ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അനുമോളും വിട്ടുകൊടുക്കുന്നില്ല. അതിനകത്ത് അനുമോള് പകരം അനുമോള് ചെയ്തതിന് സോറി പറയുന്നുണ്ട്. അപ്പൊ ജിസയിൽ അത് സോറി അക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ജിസയില് സോറി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, ആക്ഷൻ എടുക്കണമെന്ന് തന്നെയാണ് ജിസയിലെ നിലപാട്. ഇതെല്ലാം കേട്ട് ബിഗ് ബോസ് അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തുന്ന സൺഡേ, അതായത് ലാലേട്ടൻ വരുന്ന ദിവസം ഇതിന് ഉള്ള നടപടി ഉണ്ടാവും. അതിന് ഒരു കമ്മിറ്റി ഉണ്ട് നമുക്ക്. ആ കമ്മിറ്റിയിൽ എന്താണ് നടപടി എടുക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് ലാലേട്ടൻ വരുന്ന ദിവസം അനൗൺസ് ചെയ്യും. അതുവരെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ തീർക്കുക. എന്താ നടപടി എന്നുള്ളത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ പറയും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും പറഞ്ഞു വിടുന്നുണ്ട്. ഇവരിത് കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ വന്നപ്പോൾ ബിഗ് ബോസ് നിവിനോട് ചോദിക്കുന്നുണ്ട്. നിവിൻ കുറച്ചു നേരത്തെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞാണെന്നുള്ളൂ, അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അനുമോളിനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അനുമോൾക്കെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിവിൻ പുറത്തു പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ നിവിൻ ചാടിക്കേറി അതെ ബിഗ് ബോസ്, ഞാനിങ്ങനെ ഭയങ്കര വികാരധീനനായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിവിൻ പറഞ്ഞ അതേ ബിഗ് ബോസ്, അനുമോൾക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അനുമോളിനെ ഒന്നിലേക്ക് എവിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇനിയുള്ള വരുന്ന ആഴ്ചകളിൽ നോമിനേഷനിൽ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടുക. അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് നിവിൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് കേട്ടെ. കാരണം ജിസയിലും അനുമോളും തമ്മിലുള്ള ഒരു ഇഷ്യൂയാണ്. അതിനകത്ത് വെറുതെ കയറി പണി മേടിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം ബിഗ് ബോസ് ഉടനെ തന്നെ പറയുന്നുണ്ട് നവീന്റെ അടുത്ത്, നവീന്റെ ഉറച്ച തീരുമാനമാണ് പോകാനാണ് തീരുമാനമെങ്കിൽ മെയിൻ ഡോർ വഴി പുറത്തേക്ക് വരാം, മെയിൻ ഡോർ തുറന്നിട്ടിട്ടുണ്ടെന്നാണ്. മെയിൻ ഡോർ അപ്പൊ തന്നെ തുറന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പാനിയും അക്ബറും അബിയും ഒനിയിലും ഷാനവാസും എല്ലാവരും പുറകെ കൂടുന്നുണ്ട്. ജിസയിലും ഒക്കെ പുറകെ ഇങ്ങനെ നടന്ന് പറയുന്നുണ്ട് കേട്ടാ, മറ്റേ നവീൻ പോവരുത് പോവരുത്, അയ്യോ അച്ഛാ പോവല്ലേ എന്നൊക്കെ പറയുന്ന രീതിയിൽ എല്ലാവരും ഭയങ്കരമായിട്ട് പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ കറക്റ്റായിട്ട് ഗെയിം കളിച്ചത് നമ്മുടെ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസ്, അല്ലെ നൂറയാണ് കേട്ടോ. ഇത്രയും നാളും നൂറ ഭയങ്കര സൈലന്റ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ ഇന്ന് പ്രത്യക്ഷമായിട്ട് നൂറ എന്താണ്, അല്ലെങ്കിൽ നൂറയുടെ ഗെയിം പുറത്തു വന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത്. നവീൻ നല്ലൊരു എന്റർടൈനർ ആണ്. ആ വീട്ടില് നല്ല കുറെ എന്താ പറയാ എന്റർടൈൻമെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുണ്ട്. നമുക്കും കാണുന്നവർക്കും സന്തോഷമുള്ള ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ മെയിൻ ആയിട്ട് നോക്കുന്ന ഗെയിമാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു പ്രൊവോക്കേഷൻ വരുമ്പോൾ എന്താ നടക്കുക എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് അതിലോട് നൂറയോട് നവീൻ പറയുന്നുണ്ട്, അനുമോളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഈ വീട്ടിൽ നിന്ന് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഏറ്റി വിളിച്ചിട്ട് നൂറ എടുത്തൊരു കളിയാണ് കേട്ടോ. നീ നട്ടലുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞ വാക്കിന് വില ഉണ്ടെങ്കിൽ നീ ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞ് നൂറ കറക്റ്റായിട്ട് നിവിനെ പ്രൊവോക്ക് ചെയ്യിക്കുന്നുണ്ട്. അതിൽ നിവിൻ കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. നിവിൻ ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ പ്രതീക്ഷയോടെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും വരുന്നത്.
പ്രേക്ഷകരുടെ വോട്ട് കിട്ടാതെ ഔട്ടായി പോകുന്ന സമയത്ത് എല്ലാവർക്കും വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും എന്ന് അത് പിന്നെ നമുക്ക് വിധിച്ചതാണെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പോകാം. പക്ഷേ ഇത് ഒരു കാര്യമില്ലാതെ വെറുതെ ഒരു ചെറിയ പ്രവോക്കിന്റെ പുറത്ത് ഇറങ്ങി ഓടുന്ന ഒരു നിവിനെയാണ് കേട്ടോ കണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വന്നത്. പുറകെ അപ്പാനി ഓടുന്നുണ്ട്, എല്ലാവരും പുറകെ ഓടുന്നുണ്ട്. പക്ഷെ നിവിൻ പിടിച്ചിട്ടൊന്നും നിന്നില്ല. മെയിൻ ഗേറ്റ് വഴി പുറത്തേക്ക് ഓടിപ്പോകുന്നതാണ് കേട്ടോ കണ്ടത്. പിന്നെ എല്ലാവരും അതിലേന്റെ അടുത്തും നൂറേന്റെ അടുത്തും ചാടിക്കയറുന്നുണ്ട്. ഇങ്ങനെ ഡേറ്റി ഗെയിമാണോ കളിക്കുന്നത് അങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിലേക്കും നൂറയ്ക്കും പറയാനായിട്ട് ഒരു റീസൺ ഉള്ളത്, നിവിൻ പലപ്പോഴായിട്ട് ആദിലയുടെയും നൂറയുടെയും അടുത്ത് പോയി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ സെപ്പറേറ്റ് ആക്കും, അല്ലെങ്കിൽ അടി കൂടിയിരിക്കും, നിങ്ങളുടെ റിലേഷൻ തകർക്കും എന്നൊക്കെ രീതിയിൽ പലപ്പോഴും നൂറേന്റെ അടുത്തും ആദിലേന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പം അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു വിള്ളൽ വീഴ്ത്താനായിട്ട് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു എലിമിനേഷൻ നോമിനേഷനിൽ വന്നപ്പോൾ നിങ്ങൾ പോകണം, നിങ്ങൾ പോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു പകതീർക്കലായിരുന്നു അവരവിടെ നടത്തിയതെന്നാണ് ആദിലെ നൂറ് വിശദീകരിക്കുന്നത്. എന്തോ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോകുന്നതിന് മുമ്പ് നിവിൻ പറയുന്നുണ്ട്, നിങ്ങൾ LGBTIQ റെപ്രസെന്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്, എന്നിട്ട് നിങ്ങൾ ഒരു വാക്ക് പോലും അതിന് വേണ്ടിയിട്ട് ഇവിടെ സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം LGBTIQ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആദിലെ നൂറ് അവരുടെ ജീവിതം തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെച്ചിരിക്കുകയാണ്. പിന്നെ അവർ സെപ്പറേറ്റ് അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് കേരളത്തിലായാലും ഒരു മലയാളികൾക്കൊന്നും അത്ര സുപരിചിതമല്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് അവര് മുന്നോട്ട് വെക്കുന്നത്. അതായത് രണ്ട് ലെസ്ബിയൻസ് കപ്പിൾസ് ആണ് അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഉള്ള എല്ലാ അവർ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ജീവിതം തന്നെ അതിൽ സമർപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിവിൻ പറഞ്ഞത് വലിയ കഥയുണ്ടെന്നൊന്നും തോന്നുന്നില്ല. നന്നായിട്ട് പ്രൊവോക്ഡ് ആയിട്ടാണ് നിവിൻ ഓടി രക്ഷപ്പെട്ടത് കേട്ടോ. അതിനുശേഷം നമ്മുടെ അനുമോളുടെ നേരെ എല്ലാവരും ചാടി വീഴുന്നുണ്ട്. മറ്റേ അക്ബറും അപ്പാനിയും ഒക്കെ ഭയങ്കരമായിട്ട് ചാടി വീണ് വല്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പം അനുമോൾ എന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇക്കണക്കിനാണ് ഗെയിം പോകുന്നതെങ്കിൽ ഈ സീസണിലെ ഒരു കരുത്തുറ്റ ഒരു വിന്നർ അനുമോളാവാനും ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വൈൽഡ് കാർഡൊക്കെ വന്നിട്ട് വേറെ വല്ലതൊക്കെ നടന്നില്ലെങ്കിൽ ഈ റൂട്ടിലാണ് കളി പോകുന്നതെങ്കിൽ മിക്കവാറും അനുമോളുടെ വിജയത്തിലേക്ക് ഇവന്മാര്, അതായത് മെയിനായിട്ട് അക്ബറും അപ്പാനും ഇങ്ങനെ തള്ളിക്കൊടുക്കുകയാണ്. അതായത് മിണ്ടാതെ നിന്നിരുന്ന അനുമോളെ വെറുതെ ഹൈപ്പിലേക്ക് കയറ്റി വിടുവാണ്. സ്വാഭാവികമായിട്ടും അനുമോൾക്ക് അത് ഗുണേ ചെയ്യുള്ളൂ. ഇവർ എത്ര അനുമോളെ ടോർച്ചർ ചെയ്യുന്നു, എത്ര കോർണർ ചെയ്യുന്നു, എത്ര തെറി വിളിക്കുന്നു, അതൊക്കെ അനുമോൾക്ക് ഗുണേ ചെയ്യുള്ളൂ. വൈൽഡ് കാർഡൊക്കെ വന്നിട്ട് ഇവരോട് ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്നും സൂചിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അനുമോളുടെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു പോകട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്നത്തെ ദിവസം നടന്നത്. പിന്നെ നാളത്തെ ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നവീൻ തിരിച്ചു വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അതായത് നാളത്തെ ലൈവില്, രാവിലെ തന്നെ ഉള്ള ലൈവില് നവീൻ വീട്ടിലേക്ക് തിരിച്ചു കയറുന്നുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. വ്യക്തതയില്ല എങ്കിലും വരട്ടെ. നവീൻ നല്ലൊരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെയുള്ള പ്രൊവോക്കിംഗ് ഗെയിമിലൊന്നും വീഴാതെ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ കുറച്ച് അധികം നാളെ നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ നവീൻ. അതുകൊണ്ട് തന്നെ നാളത്തെ ലൈവില് കയറി വരും എന്നൊക്കെയാണ് കേൾക്കുന്നത്. വരുവാണെങ്കിൽ നല്ലത്. എന്റർടൈനർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അവിടെ തന്നെ നിൽക്കണം. പിന്നെ പ്രേക്ഷകരുടെ വിധി പ്രകാരം പുറത്തു പോവുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. വെറുതെ അല്ലാതെ ഈ ചെറിയ സില്ലി കാര്യത്തിനൊക്കെ പുറത്തു പോകുന്നത് കുറച്ച് ഓവറായിട്ട് തോന്നി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന കാര്യങ്ങൾ. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. സൈനിങ് ഓഫ്. ബൈ.